Good morning, students. The next topic, linear programming simplex method. So we have already discussed the linear programming. It's a find out the optimal solution. Mainly two methods of linear programming. First, graphical method. Second, simplex method. Graphical method, we have already discussed the graphical method and detailed discussed the graphical method and also work out the different 5 or 6 problems also. Then second method, like a simplex method, it's also next chapter. It's closely related to linear programming. So simplex method is used for solving linear programming problems. That means linear programming problems with 2 or more than 2 variables can be solved by using simplex method. Simplex method of LPP developed by George B. Danzig in 1947. The simplex algorithm is a systematic and efficient algebraic procedure for finding corner point solutions and taking them for optimality. So simplex method is used for solving LPP. Simplex method, നമുക്കറിയാം linear programming method രണ്ട് രീതിയിലാണ് optimal solution കാണുക. ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡ്, രണ്ടാമത്തെ സിംപ്ലക്സ് മെത്തേഡ്. ഗ്രാഫിക്കൽ മെത്തേഡ് ഒരു 5-8 പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. സിംപ്ലക്സ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ്സ് ഗ്രാഫിക്കൽ മെത്തേഡിൽ ഒരു ലിമിറ്റേഷൻ x1 x2 2 വേരിയബിൾസിനെ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 2 ഓർ മോർ വേരിയബിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ ലീനിയർ പ്രോഗ്രാമിംഗ് സോൾവ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സിംപ്ലക്സ് മെത്തേഡ്. സിംപ്ലക്സ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ സോൾവിംഗ് LPPs. That means linear programming problem with 2 or more than 2 variable can be solved by using simplex method. രണ്ടോ അതിൽ കൂടുതലോ രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് ബേസ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ കാണുന്ന മെത്തേഡിനെയാണ് നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ സിംപ്ലക്സ് മെത്തേഡ് ഓഫ് LPP ഡെവലപ്ഡ് ബൈ ജോർജ് ബി ഡാൻസിങ് ഇൻ 1947. 1947 ജോർജ് ബി ഡാൻസിങ് തന്നെയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്, സിംപ്ലക്സ് മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്. നേരത്തെ ഗ്രാഫിക്കൽ മെത്തേഡും ലീനിയർ പ്രോഗ്രാമിംഗ് ഡെവലപ്പ് ചെയ്തും ഡാൻസിങ് തന്നെയാണ്. The simplex algorithm is a systematic and efficient algebraic procedure for finding corner point solution and taking them for optimality. അപ്പോൾ സിംപ്ലക്സ് അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് സിസ്റ്റമാറ്റിക് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അൽജിബ്രിക് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് ഫൈനലി ഫൈൻഡിങ് ദ കോർണർ പോയിന്റ് ഓഫ് സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഫൈനലി ഏറ്റവും കോർണർ പോയിന്റ് ഓഫ് സൊല്യൂഷനും ഒപ്റ്റിമലി അതിൻ്റെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിംപ്ലക്സ് അൽഗോരിതമാണ് ആക്ച്വലി എന്ന് പറയുന്നത് സിംപ്ലക്സ് മെത്തേഡ്. സോ സിംപ്ലക്സ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ സോൾവിംഗ് LPPs, ദാറ്റ് മീൻസ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് വിത്ത് 2 or more than 2 വേരിയബിൾ ക്യാൻ ബി സോൾവ്ഡ് ബൈ യൂസിങ് സിംപ്ലക്സ് മെത്തേഡ്. സിംപ്ലക്സ് മെത്തേഡ് അവിടെ X ഉണ്ട്. സിംപ്ലക്സ് മെത്തേഡ് ഓഫ് LPP ഡെവലപ്ഡ് ബൈ George B. Danzig in 1947. The simplex algorithm is a systematic and efficient algebraic procedure for finding corner point solutions and taking them for optimality. Okay. Then next, certain computational procedure or steps. Simplex method LPP calculate ചെയ്യാനുള്ള certain steps ആണ് അല്ലെ procedure ആണ്. First, find a trial basis feasible solution of the LPP. ഫൈൻഡ് എ ട്രയൽ ബേസിസ് ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് LPP. നമ്മൾ ആദ്യം LPPയുടെ ഫീസിബിൾ സൊല്യൂഷൻ ട്രയൽ ചെയ്യണം. ട്രയൽ ചെയ്യാനാണ് ആദ്യം ഒന്ന് ഒറിജിനലി ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ട്രയൽ ബേസിസ് ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് LPP കണ്ടെത്തണം. സെക്കൻഡ്, ടെസ്റ്റ് വെദർ ഇറ്റ് ഈസ് എ ഫീസിബിൾ ഓർ നോട്ട്. എന്നിട്ട് നമ്മൾ അടുത്ത ടെസ്റ്റ് ചെയ്യേണ്ടത് ഇത് ഫീസിബിൾ ആയിരിക്കുമോ, ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കുമോ അല്ലയോ എന്നുള്ള കാര്യം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. തേർഡ് സ്റ്റെപ്പ്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ ഓർ ഒപ്റ്റിമൽ, ഫീസിബിൾ അല്ലെങ്കിൽ ഒപ്റ്റിമൽ അല്ലെങ്കിൽ then improve the first trial basis feasible solution by using a set of rules. നമ്മൾ ഒന്നാമത് ചെയ്ത ട്രയൽ ബേസിസ് ഫീസിബിൾ സൊല്യൂഷൻ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, മാറ്റി റൂൾസുകൾ മാറ്റി സെറ്റ് ചെയ്യേണ്ടി വരും. ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ഫീസിബിൾ ഓർ ഒപ്റ്റിമൽ സൊല്യൂഷൻ, ഫീസിബിൾ സൊല്യൂഷൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ലെങ്കിൽ then improve the first trial basis feasible solution. ട്രയൽ ബേസിസ് ഫീസിബിൾ സൊല്യൂഷൻ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്ത ട്രയൽ ബേസിസ് ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ ബൈ യൂസിങ് എ സെറ്റ് ഓഫ് റൂൾസ് വെച്ചിട്ട് മാറ്റി ഇംപ്രൂവ് ചെയ്യേണ്ടി വരും. ഫോർത്ത് സ്റ്റെപ്പ്, റിപ്പീറ്റ് ദ സ്റ്റെപ്പ് 2. ഒക്കെ അത് എന്നിട്ട് ഫീസിബിൾ സൊല്യൂഷൻ അല്ല എന്നാണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ട്രയൽ ബേസിസ് ഫീസിബിൾ സൊല്യൂഷൻ മാറ്റിയതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. എന്തായിരുന്നു, വെദർ ടെസ്റ്റ് ഇറ്റ്
അത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ, ടെസ്റ്റ് വെദർ ഇറ്റ് എ ഫീസിബിൾ സൊല്യൂഷൻ ഓർ നോട്ട്, ഇത് ഫീസിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്യണം. ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്താ, എന്നിട്ടോ നമ്മൾ ആദ്യം തേർഡ് സ്റ്റെപ്പിൽ നോക്കും ഫീസിബിൾ ആവുന്നുണ്ടോ ഇല്ലയോ, എന്നിട്ടോ ടിൽ ആൻ ഒപ്റ്റിമസ് സൊല്യൂഷൻ ഈസ് അറ്റൈൻഡ്, അങ്ങനെ ഫീസിബിൾ ആവുന്ന ഒപ്റ്റിമസ് സൊല്യൂഷൻ വരെ നമ്മൾ ആ പ്രൊസീജിയർ തുടർന്നുകൊണ്ടേയിരിക്കും. ക്ലിയർ ആയോ? സോ ഫസ്റ്റ് ഫൈൻഡ് എ ട്രയൽ ബേസിസ് ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് LPP, ആദ്യം ട്രയൽ ബേസിസ് LPP ഫൈൻഡ് ചെയ്യും. സെക്കൻഡ് ടെസ്റ്റ് വെദർ ഇറ്റ് ഈസ് എ ഫീസിബിൾ സൊല്യൂഷൻ ഓർ നോട്ട്, എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്ത് നോക്കും ഫീസിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം. തേർഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ഫീസിബിൾ ഓർ ഒപ്റ്റിമൽ, ഫീസിബിൾ ആണോ ഒപ്റ്റിമൽ ആണെങ്കിൽ then improve the first trial basis feasible solution by using a set of rules. റൂൾസുകളൊക്കെ മാറ്റിയിട്ട് ഫീസിബിൾ സൊല്യൂഷൻ ആണോ അല്ലയോ നോക്കി, അല്ലാന്ന് കണ്ടാണെങ്കിൽ ഫസ്റ്റ് ട്രയൽ ബേസിസിലായ ട്രയൽ നമ്മൾ മാറ്റിയിട്ട് ഇംപ്രൂവ് ചെയ്തിട്ട് റൂൾസുകളൊക്കെ മാറ്റി സെറ്റ് ചെയ്യും. ഫോർത്ത് സ്റ്റെപ്പ് റിപ്പീറ്റ് ദ സ്റ്റെപ്പ് 2. അപ്പം മാറ്റി സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെയും ടെസ്റ്റ് ചെയ്ത് നോക്കും. ടെസ്റ്റ് ചെയ്തതിനു ശേഷം സ്റ്റെപ്പ് 3 ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ഫീസിബിൾ ഓർ ഫീസിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യും. ടിൽ ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഈസ് അറ്റൈൻഡ്, ഒപ്റ്റിമൽ സൊല്യൂഷൻ ആവുന്നത് വരെ ഈ ഒരു പ്രൊസീജിയർ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ 4 സ്റ്റെപ്പ് ഇതാണ്. ഫസ്റ്റ് ഫൈൻഡ് എ ട്രയൽ ബേസിസ് ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ദ LPP. സെക്കൻഡ് ടെസ്റ്റ് വെദർ ഇറ്റ് ഈസ് എ ഫീസിബിൾ സൊല്യൂഷൻ ഓർ നോട്ട്. Third, if it is not feasible or optimal, then improve the first trial basis feasible solution by using a set of rules. Fourth, repeat the step 2 and 3 till an optimal solution is attained. ഇത്രയാണ് സിംപ്ലക്സ് മെത്തേഡ് യൂസ് ചെയ്യാനുള്ള സ്റ്റെപ്പ്. നെക്സ്റ്റ് ബേസിക് ടേംസ് യൂസ്ഡ്. സിംപ്ലക്സ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ബേസിക് ടേംസ് ഉണ്ട്, അത് ആദ്യം അറിഞ്ഞാലേ നമുക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോം. LPP is to be written as a equalities. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈസ് ഇക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഇക്വൽ ടു എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനെ നമ്മൾ ഈക്വൽ ടു ആക്കണം. ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫോം ആക്കണം എന്നാണ്, ഈക്വൽ ടു ആക്കണം, അതാണ് അർത്ഥം. ഞാൻ വളരെ ചുരുക്കിയാണ് എഴുതിയതിൽ, നിങ്ങൾ ചുരുക്കി എഴുതി വെക്കരുത്, ഇതിൽ കൂടുതൽ ചുരുക്കാനാവില്ല കേട്ടോ. സ്റ്റാൻഡേർഡ് ഫോം LPP ഈസ് ടു ബി റിട്ടൺ ആസ് എ ഇക്വാലിറ്റീസ്. LPPയെ നമ്മൾ റിട്ടൺ ചെയ്തിട്ട് എന്താക്കി മാറ്റും, ഈക്വാലിറ്റി, ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒക്കെ മാറ്റിയിട്ട് ഈക്വൽ ടു സിമ്പിൾ ആക്കും. സെക്കൻഡ് ടേം ആണ് സ്ലാക്ക് വേരിയബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സ്ലാക്ക് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇഫ് എ കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈക്വാലിറ്റി ആഡ് എ വേരിയബിൾ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ നമ്മൾ കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ അതിനെ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിനെ ഈക്വൽ ടു ആക്കി മാറ്റണം. എന്നിട്ട് ആ ഈക്വൽ ടു ആക്കി മാറ്റിയ കൺസ്ട്രെയിൻസിന് ആഡ് എ വേരിയബിൾ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഒരു വേരിയബിൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്യാം. ഒരു എക്സാമ്പിൾ, ആ വേരിയബിളിനെ നമ്മൾ സ്ലാക്ക് വേരിയബിൾ എന്ന് പറയും. എക്സാമ്പിൾ നോക്കിക്കോ, 4x1 + 2x2 ലെസ് ദാൻ ഓർ ഈസ് ഇക്വൽ ടു 4. ലെസ് ദാൻ ഓർ ഈസ് ഇക്വൽ ടു 4 എന്ന് പറയുന്നതാണെങ്കിൽ അവിടെ ആഡ് ചെയ്യണം. അപ്പൊ കൺവേർട്ട് ദാറ്റ് ഈസ്, അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യും. നോക്കിക്കോളെ, 4x1 + 2x2 + s1 ഈസ് ഈക്വൽ ടു 40 അല്ലെങ്കിൽ 4 ആക്കാം. അവിടെ 4 ആണ്, 4 തന്നെ മതിയെ, 40 എൻ്റെ അടുത്ത് എഴുതി പോയതാ, സോറി. അപ്പൊ ക്വസ്റ്റ്യനിലെ എക്സാമ്പിൾ ഇങ്ങനെ എഴുതാം, 4x1 + 2x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 40 ആയിക്കോട്ടെ. 4 എന്നാണ് ഉള്ളത്, നിങ്ങൾ ഒന്നിക്കെ 4 ആണ് 4 ആക്കുക, 40 ആണ് 40 ആക്കുക, കുഴപ്പമില്ല. കൺവേർട്ട് ദാറ്റ് ഈസ് 4x1 + 2x2 + s1 ഈസ് ഈക്വൽ ടു 40. 4 ആണെങ്കിൽ 4 ആക്കുക, 40 ആണെങ്കിൽ 40 ആക്കുക, രണ്ടും ഒരേ വാല്യൂ ആക്കണേ. ഇവിടെ s1 എന്ന് പറയുന്ന ഒരു സംഭവം ആഡ് ചെയ്തുകൊണ്ടോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 4x1 + 2x2 + s1, ആ s1 ആണ് സ്ലാക്ക് വേരിയബിൾ. സോ ഹിയർ s1 ഈസ് ഈക്വൽ ടു സ്ലാക്ക് വേരിയബിൾ. ആ x1 ആണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലാക്ക് വേരിയബിൾ. സ്ലാക്ക് വേരിയബിൾ ആഡ് ആണ് ചെയ്യുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വരുന്നതെങ്കിൽ സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്യും. നെക്സ്റ്റ് സർപ്ലസ് വേരിയബിൾ, അടുത്തൊരു ടേം ആണ് സർപ്ലസ് വേരിയബിൾ. സൈൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദാൻ ഇക്വാലിറ്റി. ഗ്രേറ്റർ ദാൻ ഈക്വാലിറ്റി ആണ് കൺസ്ട്രെയിൻസ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ സർപ്ലസ് വേരിയബിൾ ആണ് ചെയ്യുക. സർപ്ലസ് വേരിയബിൾ എപ്പോൾ സബ്ട്രാക്ട് ആ ചെയ്യുക. സബ്ട്രാക്ട് ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൺസ്ട്രെയിൻസിൻ്റെ അകത്തുനിന്നും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ആ ഒരു സർപ്ലസ് വേരിയബിൾസ് സബ്ട്രാക്ട് ചെയ്യും. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യും, ലെസ് ദാൻ ആണെങ്കിൽ ആഡ് ചെയ്യും. അത്രയും ഓർമ്മിക്കുക, ഗ്രേറ്റർ ദാൻ ആണ്. സോ കൺസ്ട്രെയിൻസ് എക്സാമ്പിൾ എവിടെയോ അതേ എക്സാമ്പിൾ ഞാൻ തെറ്റ് ചെയ്യാൻ വരുത്തി വെച്ചിട്ടുണ്ട് അല്ലേ. 4x1 + 2x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 40 കൊടുത്തോളെ. എക്സാമ്പിൾ 4x1 + 2x2 ലെസ് ദാൻ, അവിടെ സിമ്പിളിന് മാറ്റം ഉണ്ടല്ലോ, സോറി, സിമ്പിൾ നേരെ തിരിച്ചാവേണ്ടത്. 4x1 + നിങ്ങൾ ഞാൻ പറയും പോലെ എഴുതിക്കോളെ, ഇതിനകത്ത് എഴുതിയതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. 4x1 + 2x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40.
4x1 plus 2x2 സിമ്പിൾ നേരെ തിരിച്ചു കൊടുക്കുക. ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 40. So convert that is 4x1 plus 2x2 minus s1. കണ്ടോ, subtract ചെയ്യും. s1 subtract ചെയ്യും. is equal to 40. Here s1 minus s1 എന്ന് പറയുന്നത് സർപ്ലസ് വേരിയബിൾ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ 4x1 plus 2x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ഇട്ട ഈ സിമ്പിളാണ് ഇടേണ്ടത്. ഇവിടെ ഇട്ട ഈ സിമ്പിളാണ് എക്സാമ്പിൾ ഇടേണ്ടത്, തിരിഞ്ഞു പോയതാണ്. 4x1 plus 2x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40. എന്നിട്ട് കൺവേർട്ട് ചെയ്യുക. 4x1 plus 2x2 മൈനസ് s1 ഈസ് ഈക്വൽ ടു 40. സോ മൈനസ് s1 സർപ്ലസ് വേരിയബിൾ ആണ്. ഓക്കെ, അടുത്ത ടേം ബേസിക് സൊല്യൂഷൻ. ബേസിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് LPP n വേരിയബിൾ ആൻഡ് m കൺസ്ട്രെയിൻസ്. ബേസിക് സൊല്യൂഷൻ LPPന്റെ ബേസിക് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്. എന്നിനെ നമ്മൾ വേരിയബിൾ എന്നും എമ്മിനെ കൺസ്ട്രെയിൻസും ആയിട്ടാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ബേസിക്സ്. ബേസിക്സ് അല്ലെങ്കിൽ ബി എന്ന് പറയും. ബേസിക്സ് വേരിയബിൾസിനെയാണ് ബി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സിംപ്ലക്സ് ടേബിൾ. നമ്മൾ സിംപ്ലക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ടേബിളാണ് സിംപ്ലക്സ് ടേബിൾ. നെക്സ്റ്റ് ഇതിനകത്ത് ടേം യൂസ് ചെയ്യുന്ന മറ്റൊന്നാണ് ഇറ്ററേഷൻ. ഇറ്ററേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് മൂവിങ് ഫ്രം വൺ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ടു അതർ ഫീസിബിൾ സൊല്യൂഷൻ. ഇറ്ററേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷനിൽ നിന്ന് മറ്റൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷനിലേക്ക് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് അടുത്തത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇറ്ററേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു ടേമാണ് ZJ റോ. ZJ റോ എന്ന് പറയുന്നത് ആക്ച്വലി സം റോ ആണ്. ZJ എന്ന് പറഞ്ഞാൽ സം ഓഫ് റോ. വെക്ടേഴ്സ് മറ്റൊരു ടേമാണ് വെക്ടേഴ്സ്, അങ്ങോട്ട് നമ്മൾ പറഞ്ഞുതരാം. ദെൻ മറ്റൊരു ടേമാണ് നെറ്റ് ഇവാലുവേഷൻ ഓർ ഇൻഡെക്സ് റോ. നെറ്റ് ഇവാലുവേഷൻ ഓർ ഇൻഡെക്സ് റോ അത് റെപ്രസെന്റ് ചെയ്യുക ഇങ്ങനെയാണ്. ഈ ഒരു പിരമിഡിന്റെ ഒരു ഷേപ്പിലുള്ള അതിന് താഴെ ജെ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. പിരമിഡിന്റെ ഒരു ഷേപ്പ്, അതിന് താഴെ ജെ എന്ന് സ്മോൾ ലെറ്റർ ജെ ഇൻഡിക്കേറ്റ് ചെയ്യും. അതിനാണ് നെറ്റ് ഇവാലുവേഷൻ ഓർ ഇൻഡെക്സ് റോ എന്ന് പറയുന്നത്. സോ നെറ്റ് ഇവാലുവേഷൻ ഓർ ഇൻഡെക്സ് റോ ഈസ് ഈക്വൽ ടു CJ മൈനസ് ZJ. CJ മൈനസ് ZJ. CJ മൈനസ് ZJ. ഇതിനകത്ത് ഇതാ നമ്മൾ അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന CJ മൈനസ് ZJ. അപ്പൊ ഇവിടെ ഓരോന്ന് ഇതാ ZJ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ആണ്. CJ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് XJ വേരിയബിൾ. ZJ എന്നാണ് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് കോഎഫിഷ്യന്റ് വേരിയബിൾസ്. അടുത്തൊരു ടേമാണ് പൈവോട്ട് ഓർ കീ കോളം ഓർ ഇൻകമിങ്. മറ്റൊരു ടേമാണ് മിനിമം റേഷ്യോ. ഇതൊക്കെ അങ്ങോട്ട് നമുക്ക് പറയാം. അടുത്തൊരു ടേമാണ് പൈവോട്ട് ഓർ കീ റോസ്. അത് ഓൾറെഡി നമ്മൾ കൊടുത്തല്ലേ. ദെൻ ഫോർത്ത് കീ എലിമെന്റ്സ്. ഇത്രയും എലിമെന്റ്സ് ആണ്, ഇത്രയും വേർഡ്സ് ആണ് ഇതിനകത്ത് ബേസിക് ടേം. ഒന്ന് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ LPP ഈക്വാലിറ്റിയിലേക്ക് മാറ്റുക. സ്ലാക്ക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ആവുമ്പോൾ അത് ഈക്വൽ ടു ആക്കുക. കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ആവുമ്പോൾ ആഡ് ദ വേരിയബിൾസ്. അപ്പോൾ കൺസ്ട്രെയിൻസിന്റെ കൂടെ നമ്മൾ പ്ലസ് S1 ആഡ് ചെയ്യും. അതിനെ സ്ലാക്ക് വേരിയബിൾസ് എന്ന് പറയും. സർപ്ലസ് വേരിയബിൾ ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ സൈന് വരുമ്പോൾ നമ്മൾ സർപ്ലസ് വേരിയബിൾ എടുക്കും. ഗ്രേറ്റർ ദാൻ വരുമ്പോൾ അല്ലേ സർപ്ലസ് ആവാം. ദെൻ ഇക്വാലിറ്റിയിലേക്ക് മാറ്റും. സർപ്ലസ് വേരിയബിൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ സബ്ട്രാക്ട് ചെയ്യും. എക്സാമ്പിളിൽ മിസ്റ്റേക്ക് എൻ്റെ അടുത്ത് വരുത്തിയിട്ടുണ്ട്, സോറി. 4x1 plus 2x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ അപ്പോൾ എക്സാമ്പിൾ വരെ 4x1 plus 2x2 മൈനസ് S1 ഈസ് ഈക്വൽ ടു 40 വരും. ആ മൈനസ് S1 ആണ് സർപ്ലസ് വേരിയബിൾ. മറ്റൊരു ടേമാണ് ബേസിക് സൊല്യൂഷൻ. LPP n വേരിയബിളും m കൺസ്ട്രെയിൻസും പറയും. അടുത്തൊരു ടേമാണ് ബേസിക്സ് ബി. ബി കൊണ്ടാണ് ബേസിക് വേരിയബിൾ റെപ്രസെന്റ് ചെയ്യുക. മറ്റൊന്ന് സിംപ്ലക്സ് ടേബിൾ ആണ്. മറ്റൊന്ന് ഇറ്ററേഷൻ ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് മൂവിങ് ഫ്രം വൺ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ടു അതർ ഫീസിബിൾ സൊല്യൂഷൻ. മറ്റൊന്ന് ZJ റോ. മറ്റൊന്ന് വെക്ടേഴ്സ്. നെറ്റ് ഇവാലുവേഷൻ. നെറ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് പിരമിഡ് ഷേപ്പിലുള്ള ഒരു ബോക്സ് J കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ആക്ച്വലി ഇറ്റ് റെപ്രസെന്റ് XJ ഈസ് ഈക്വൽ ടു CJ മൈനസ് ZJ. അപ്പോൾ ഈ പിരമിഡ് ഷേപ്പിലുള്ള ബോക്സിനെ പറയാം ദെൻ ദീസ് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ആണ്. CJ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് XJ വേരിയബിൾ. ZJ സം ഓഫ് പ്രൊഡക്ട്സ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ബേസിക് വേരിയബിൾസ്. മറ്റൊരു ടേമാണ് പൈവോട്ട് ഓർ കീ കോളം ഓർ ഇൻകമിങ് വെക്ടേഴ്സ്. മറ്റൊരു ടേമാണ് മിനിമം റേഷ്യോ. മറ്റൊരു ടേമാണ് പൈവോട്ട് ഓർ കീ റോസ്. കീ കോളമാണ് നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ പൈവോട്ട് ഓർ കീ റോസ്. നെക്സ്റ്റ് കീ എലിമെന്റ്സ്. ഇത്രയാണ് ഇതിനകത്ത് വരുന്ന ടേംസ്. അടുത്തത് ഇതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും എന്നുള്ള കാര്യമാണ്. കൺസ്ട്രക്ഷൻ ഓഫ് സിമ്പിൾ ടേബിൾസ്. കുറച്ച് നമ്മൾ ഇതുവരെ പഠിച്ചതിനകത്ത് കുറച്ചും കൂടിയും
ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. കാരണം പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവാൻ പ്രയാസമുള്ള ഒരു മേഖലയും കൂടിയാണ്. കാരണം നമുക്ക് നമ്മൾ പഠിക്കുന്ന മാനേജ്മെന്റ് സയൻസിൽ ഏറ്റവും ടഫ് പോർഷൻ എന്ന് പറയുന്ന പോർഷനാണ് ശരിക്കും LPP സിംപ്ലക്സ് മെത്തേഡ്. പക്ഷേ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷനും കൂടി കേട്ടോ. അപ്പൊ നോക്കാം, കൺസ്ട്രക്ഷൻ ഓഫ് സിംപ്ലക്സ് ടേബിൾ ഒന്ന് നല്ലോണം ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. കൺസ്ട്രക്ഷൻ ഓഫ് സിംപ്ലക്സ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കുറെ ഐറ്റങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് സിംപ്ലക്സ് ടേബിൾ, റോസ് ആൻഡ് കോളംസ്. ടേബിൾ ആകുമ്പോൾ റോസും കോളംസും വേണം. M ഒറിജിനൽ വേരിയബിൾസ്, N വേരിയബിൾ ദാൻ അതേഴ്സ് അല്ലെ വേരിയബിൾ ദാൻ ദർ will be 3 plus M plus N column in the simplex table. 3 plus M original variable plus N variable other. ഇത് രണ്ടും മൂന്നും കൂടി ചേർന്നാണ് സിംപ്ലക്സ് ടേബിൾ എന്ന് പറയുന്നത്. വേരിയബിൾസ് എന്ന് പറയുന്നത് 3 വേരിയബിൾസ് ഉണ്ട്, അതാണ് 3 കൊണ്ട് പറഞ്ഞത്. സ്ലാക്ക് വേരിയബിൾ നമ്മളിപ്പം പറഞ്ഞേ പ്ലസ് ചെയ്യാന്നാണ്, സർപ്ലസ് വേരിയബിൾ മൈനസ് ചെയ്യാനുള്ളത്, ഓർ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. ശരിക്കും പറഞ്ഞാൽ രണ്ടെണ്ണമാണ് പ്രധാനമായിട്ടും പറയാം, സ്ലാക്കും സർപ്ലസും. വേണമെങ്കിൽ ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഉണ്ടാവാം. അടുത്ത സിംപ്ലക്സ് ടേബിൾ, ഫസ്റ്റ് ഓരോ കോളത്തിന്റെ വയസ്സ് ടീച്ചർ എഴുതി വെച്ചിട്ടുണ്ട് സിമ്പിളായിട്ട്. ഫസ്റ്റ് കോളം ഈസ് ലേബൽഡ് ബൈ B. നമുക്ക് കോളം ഉണ്ടാവും, ഫസ്റ്റ് കോളത്തിന് നമ്മൾ ലേബൽ ചെയ്യും എന്ത്? B. എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് മിക്സ് കോളമാണ്, പ്രൊഡക്റ്റ് മിക്സ് കോളം. ദെൻ സ്ലാക്ക് വേരിയബിൾസ് വരിക S1 S2 ഒക്കെയാണ്. ദെൻ സെക്കൻഡ് കോളം C. സെക്കൻഡ് കോളം ലേബൽ ചെയ്യുക എന്തുകൊണ്ടാണ്? ഫസ്റ്റ് കോളം ലേബൽ ചെയ്യുക B കൊണ്ട്, സെക്കൻഡ് കോളം ലേബൽ ചെയ്യുക C കൊണ്ട്. ദെൻ സെക്കൻഡ് കോളത്തിൽ C എന്ന് പറയുന്ന കോളത്തിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. B എന്ന് പറയുന്ന ഫസ്റ്റ് കോളത്തിൽ റെപ്രസെന്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മിക്സ് കോളമാണ്. C എന്ന് പറയുന്ന സെക്കൻഡ് കോളത്തിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് കോളമാണ്, ഒബ്ജക്റ്റീവ് കോളം. ഇത് തേർഡ് കോളം XB. തേർഡ് കോളം ഇൻഡിക്കേറ്റ് ചെയ്യുക XB കൊണ്ടാണ്. കോളം വിച്ച് ഇൻഡിക്കേറ്റ് X1 X2 etc. is the coefficient matrix. കോളം S1 S2 extra is the identify matrix. അതിനകത്ത് X1 X2 എന്ന് പറയുന്ന ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കോഎഫിഷ്യന്റ് മെട്രിക്സും കോളം എസിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന S1 S2 എന്ന് പറയുന്ന കൺസെപ്റ്റ് ഐഡന്റിറ്റി മെട്രിക്സുമാണ്. ഇനി ഇതിനകത്ത് വരുന്ന നമുക്ക് കൺസ്ട്രക്ഷൻ ഓഫ് സിമ്പിൾ ടേബിൾ ഒന്നും കൂടിയും. സിമ്പിൾ ടേബിളിൽ റോസ് ആൻഡ് കോളംസ് ഉണ്ട്. M എന്ന് പറയുന്നത് ഒറിജിനൽ വേരിയബിൾ ആണ്, N വേരിയബിൾ ദാൻ അതേഴ്സ് ആണ് അല്ലെ അതേഴ്സ് ആണ്. will be 3 plus M plus N column in the simple table. വേരിയബിൾസ് സ്ലാക്ക്, സർപ്ലസ് ഓർ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഉണ്ടാവും. സിമ്പിൾ ടേബിളിലെ ഫസ്റ്റ് കോളം ഈസ് ലേബൽഡ് ബൈ B. അതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മിക്സ് കോളമാണ്. സ്ലാക്ക് വേരിയബിൾസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന X1 S2 ആണ്. സെക്കൻഡ് കോളം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലേബൽ ചെയ്യുന്നത് C കൊണ്ടാണ്. അതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. തേർഡ് കോളം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന XB ആണ്. സോ കോളംസ് വിച്ച് ഇൻഡിക്കേറ്റ് X1 X2, തേർഡ് കോളം വരെയാണ് സാധാരണ സിംപ്ലക്സ് മെത്തേഡ് കാണാറ്. X1 X2 etc. ഇറ്റ്സ് ഇൻഡിക്കേറ്റ് കോഎഫിഷ്യന്റ് മെട്രിക്സ് കോളം, കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ്. ആൻഡ് കോളംസ് S1 S2 ഇസ് ദ ഐഡന്റിഫൈ മെട്രിക്സ് ആണ്. നെക്സ്റ്റ് ടെസ്റ്റ് ഒപ്റ്റിക്കലി വേസ്. ഇതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഒക്കെ ചെയ്തു വെച്ചാൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ടെസ്റ്റ് ചെയ്യാണ്. ടെസ്റ്റ് ഒപ്റ്റിക്കലി ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക, അതിന്റെ വേസ് ആണ്. ഫസ്റ്റ് വേല് കമ്പ്യൂട്ട്, then gross profit or gross loss or net profit or net loss സിമ്പിൾ ആയിട്ട് ചെയ്യും. ഈസ് ഈക്വൽ ടു CJ മൈനസ് ZJ. ആദ്യം ഇത് കമ്പ്യൂട്ട് ചെയ്ത് നോക്കും, എന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് നോക്കും. സെക്കൻഡ്, സൊല്യൂഷൻ അണ്ടർ ദ ടെസ്റ്റ് ഈസ് നോട്ട് ഒപ്റ്റിക്കൽ. if at least one then J is positive for maximum LPP, സിംപ്ലക്സ് J എന്ന് പറയാം, LPP, that is also XJ greater than or equal to 0. So pyramid J rho are 0 or negative. ഇപ്പം നമുക്ക് സൊല്യൂഷൻ ടെസ്റ്റ് ഈസ് നോട്ട് ഒപ്റ്റിക്കൽ, സൊല്യൂഷൻ ടെസ്റ്റ് ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ നമ്മളെ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് J ഈസ് പോസിറ്റീവ് ഫോർ മാക്സിമൈസേഷൻ ഓഫ് LPP. പോസിറ്റീവും LPP ആണോ മാക്സിമൈസേഷൻ നോക്കാം. ദാറ്റ് ഈസ് ഓൾ. then the pyramid J less than or equal to 0. 0-നേക്കാളും കുറവാണെങ്കിൽ SJ rows are 0 or negative. അത് 0-നേക്കാളും കുറവാന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിക്കെ 0 ആവാം അല്ലെങ്കിൽ അതിന് നെഗറ്റീവ് ആവാം. രണ്ടാമത്തെ കേസ്, ലൈക്ക് വൈസ് ദ സൊല്യൂഷൻ അണ്ടർ ദ ടെസ്റ്റ് ഈസ് നോട്ട് ഓപ്റ്റിമൽ. ടെസ്റ്റ് ഒപ്റ്റിമൽ അല്ലെങ്കിൽ ഇഫ് അറ്റ്ലീസ്റ്റ് വൺ, ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം?
then simplex j എന്ന് വിളിക്കാം. simplex j is negative for minimization LPP. അപ്പം നെഗറ്റീവ് ആണെങ്കിൽ മിനിമൈസേഷൻ ഓഫ് LPP ആയിരിക്കും. സോ എക്സ് ജെ റോ ആർ 0 ഓർ പോസിറ്റീവ്. എക്സ് ജെ 0 ഓർ പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് then simplex j greater than or is equal to 0. അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഒന്നിൽ അപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. ലെസ് ദാൻ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഈ രീതിയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ടെസ്റ്റ് ഓഫ് ഒപ്റ്റിക്കലി വേസ്. ഫസ്റ്റ് കമ്പ്യൂട്ട് xj is equal to cj minus zj. Solution under the test is not optimally if at least one, then the simplex j is positive for the maximization of LPP. That is all simplex j less than or equal to 0, simplex j rho are 0 or negative. Third, likewise the solution under the test is not optimally if at least one simplex j is the negative for maximization LPP, simplex rho are 0 or positive. That is all simplex j less than or is greater than or is equal to 0. ഇത്രയാണ് ഇതിൻ്റെ തിയററ്റിക്കൽ പാർട്ട്. ഇനി പ്രോബ്ലം ആണ്, ഒന്നുകൂടി പറഞ്ഞുതരാം. സോ സിംപ്ലക്സ് മെത്തേഡ് ജസ്റ്റ് റിവ്യൂ. സിംപ്ലക്സ് മെത്തേഡ് ലീനിയർ പ്രോഗ്രാമിംഗ് സിംപ്ലക്സ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ സോൾവിംഗ് LPPs. That means linear programming problems with 2 or more than 2 variables can be solved by using simplex method. Simplex method of LPP developed by George B. Danzig in 1947. Simplex algorithm is a systematic and efficient algebraic procedure for finding corner point solution and taking them for optimality. So computation procedure steps. First, find a trial basis feasible solution of LPP. Second, test whether it is a feasible solution or not. Third, if it is not feasible or optimally, then improve the first trial based feasible solution by use of a set of rules. Fourth, repeat the step 2 and 3 till an optimal solution is attained. Then next, basic terms used. Standard form LPP is to be written as an equalities. Second, slack variables. If a constraint is less than or equal to equality, add a variables to the left hand side. Example, 4x1 plus 2x2 less than or is equal to 40. Convert, that is 4x1 plus 2x2 plus s1 is equal to 40. Here s1 is equal to slack variable. Second, surplus variable sign greater than or equal to, then equality. Subtract from the left hand side constraints. For example, 4x1 plus 2x2 greater than or equal to. Then the mistake of this question writing, it's a sorry. So 4x1 plus 2x2 greater than or is equal to 4. Rewrite the concept. Convert, that is 4x1 plus 2x2 minus s1 is equal to 40. Here minus s1 is equal to surplus variable. Next, fourth, basic solution LPP n variable and m constraints. Basis B, basic variables represent B. Simplex table, it indicates the rows and columns. 7, iteration. Step-by-step process moving from one basic feasible solution to other feasible solution. Next, set j row, that is the sum of row vectors. Next, net evaluation or index row. Then this simplex j is equal to cj minus zj. So it's a pyramid. J is equal to net profit or net loss. Cj is equal to coefficient of xj variable. Zj is equal to sum of the product of coefficient of the basic variable. Next, pivot or key column or incoming vectors. Next, minimum ratio. Next, pivot or key rows. Next, key elements. Next concept, constraints of simplex table. Simplex table rows and columns. M original variables and variables than others will be 3 plus m plus n column in the simplex table. Variable slack, surplus or artificial variables. Simplex method first column is labeled by B, that indicate the product mix column. Slack variables s1, s2. Second column is labeled by C, that indicate the objective function or objective column. Then third column indicate labeled by Z, B. Column which indicates x1, x2 is the coefficient matrix and column s1, s2 is the identify matrix. Next, test optically ways. Compute the simplex j or pyramid j is equal to cj minus zj. Solution under the test is not
Optically, if it the test 1 Zj is the possible for maximization LPP, that is all pyramid J less than or is equal to 0. So pyramid J the row are 0 or negative. Likewise the solution third, likewise the solution under the test is not optimally if at least one pyramid J is the negative for minimization LP, pyramid row and are 0 or positive, that is all pyramid J greater than or is equal to 0. That's all the theoretical aspects. The next day or next class I will then start the problems also. Thank you.